ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷും മഹേഷും കൂടി ചേർന്നിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോരും കേട്ടോ. ഇവർക്കൊക്കെ ഈ രാത്രി എന്തിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിന് അന്നേരം ഭയങ്കര ദേഷ്യം. അപ്പം ഇതിപ്പോൾ ആ വീട്ടുകാരോട് നമ്മൾ എന്ത് മറുപടി പറയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര അപ്പോഴേക്കും ഇതെല്ലാം മേളിലിരുന്ന് അമ്മ കേൾക്കുമല്ലേ, അമ്മയാണ് തലയെ കൈവച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഇവക്ക് വട്ടായോ ഇങ്ങനെയൊക്കെ കാണിക്കാനെന്ന് ചോദിച്ചാൽ രാധ കിട്ടിയ അവസരത്തിൽ അതും ആദ്യത്തെ ദിവസം തന്നെ നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാധ അവിടെ ഇരിക്കുക. അതെ അളിനിങ്ങ് വന്നേ, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു വിഷ്ണു. ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നു മെനക്കേടേ എന്നും പറഞ്ഞിങ്ങനെ മഹേഷ് അകത്തേക്ക് പോയി. ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞു. അതെ വിഷ്ണു ഏട്ടാ, നോക്കിയും കണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ, അബദ്ധം പറ്റിയതൊന്നും അല്ലല്ലോ, നെകളിപ്പ് കാണിച്ചല്ലേ എന്നൊക്കെ രാധ ഇരുന്ന് ഇങ്ങനെ പറയും. അതെല്ലാം അമ്മ മോളിലിരുന്ന് എന്നും പറഞ്ഞ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് മഹേഷ് റെഡിയായിട്ട് വന്നു. അവർ പോണു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഓടി വന്ന് ജനലിൽ കൂടെ നോക്കും ഇവർ പോകുന്നത്. രാധയാണെങ്കിൽ പോയി കിടക്കാനും പോയി. ഈ ഒരു സമയത്ത് വിഷ്ണുവോടും സന്തോഷിന്റെ വീട്ടിലൊന്ന് വിളിക്കാൻ പറഞ്ഞു മഹേഷിനോട്. മഹേഷ് ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക വണ്ടിയിൽ. ചുമ്മാ ഒരു മാരണ പരിപാടി ഒപ്പിച്ച് വെച്ചിട്ട് മനുഷ്യനെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. എനിക്ക് കഷ്ടം എന്നൊക്കെ പറഞ്ഞു മഹേഷ്. അളിയനൊന്ന് വിളിച്ചു നോക്കളിയാന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്ത് മഹേഷ് അവരുടെ വീട്ടിലേക്ക് വിളിക്കാം. അപ്പോൾ ഇവർ നല്ല ഉറക്കുക. അപ്പോൾ ആരാന്ന് നോക്കാൻ പറഞ്ഞു മണി. പിന്നെ നടരാജൻ എഴുന്നേറ്റ് നോക്കി. അങ്ങനെ അവരെടുത്ത് നോക്കുമ്പോൾ അവരിങ്ങനെ ഫോൺ എടുത്തു. ഉറക്കപ്പിച്ചില്ല ഫോൺ എടുക്കുന്നത്. അപ്പോൾ അവർ വീണയൊക്കെ എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ നേരത്തെ കിടന്ന് ഉറങ്ങിയല്ലോ, അതുപോലെ മാമ അവരവിടെ ഉണ്ടോ എന്ന് മാമനൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അല്ല എന്തു പറ്റി മഹേഷ്, എന്താ കാര്യമെന്ന് ചോദിച്ചു. മാമനൊന്ന് അവിടെ ചെന്ന് നോക്കിയിട്ട് വിളിക്കുക, കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എഴുന്നേറ്റ് നേരെ റൂമിലേക്ക് പോകും അവനും അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ മുറിയിലില്ല. അപ്പോൾ അവർ മുറിയിലില്ല. ഇവരാണെങ്കിൽ പുറത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്നു. അവരിത് എവിടെ പോയതാന്നുള്ളൊരു വെപ്രാളത്തിൽ. അപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടെ കയറി ചെന്ന് വീണേന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ രാത്രി വീണ സന്തോഷിന്റെ മുറിയിലേക്ക് വരുന്നത് വരെ ഞാൻ സംസാരിച്ചതാണല്ലോ, അവർ പിന്നെ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരി പറയാം. അപ്പം അമ്മേ സന്തോഷം വീണയും റൂമിലില്ല എന്ന് പറഞ്ഞു. മുറിയിലില്ലേ? അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു മണി. അപ്പോഴേക്കും വീടായ വീട് മുഴുവൻ ഇറങ്ങി നടന്ന് ഇവരാലോചിച്ചും നോക്കിയും ഒക്കെ ഇങ്ങനെ ഇവരത് എവിടെ പോയെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഏട്ടത്തി അടുക്കളയിൽ ചെന്ന് നോക്കി. അമ്മ അടുക്കള വാതിൽ തുറന്നു കിടക്കാണെന്ന് പറഞ്ഞു. പിന്നെ അവർ ഓടി അടുക്കളയിലോട്ട് പോയി. അപ്പോഴത്തേക്കും മണി എൻ്റെ ദൈവമേ ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെ ഈ ഒരു ഇതിൽ മണിക്ക് ഭയങ്കര ടെൻഷൻ. മകനാണല്ലോ രാത്രി ഇറങ്ങി പോയിരിക്കുന്നത്, ഷോ എന്നും പറഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ ഇവരിത് അന്വേഷിച്ചും പേർക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നടരാജനാണെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് മഹേഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാമ പറയാൻ പറഞ്ഞു. മഹേഷേ മുറിയിൽ രണ്ടാളും ഇല്ലല്ലോ, അവരെവിടെ പോയതാണെന്ന് ചോദിച്ചു. വീടിൻ്റെ അടുക്കള വാതിലേ തുറന്നു കിടക്കുക, പുറത്ത് സന്തോഷിൻ്റെ സൈക്കിളും ഇല്ല, അവരെവിടെ പോയതാണെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ രണ്ടും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞു. അയ്യോ സ്റ്റേഷനിലോ? അപ്പോഴേക്കും മണി ചാടി എഴുന്നേറ്റു. അയ്യോ എന്താന്ന് ചോദിച്ചു. എന്തു പറ്റി? ഈ പാതിരാത്രിയിൽ രണ്ടും കൂടി സൈക്കിളിൽ ലോഡ് കയറി പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിനെയും സംശയമായി. രണ്ടിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞു അച്ഛൻ, ഞങ്ങൾ അവരെ ഇറക്കാനായിട്ട് ഇപ്പോൾ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അല്ല ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാമനെ വിളിച്ചോളാം. ശരി എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവർ വന്നു. രാത്രി രണ്ടും കൂടി ലോഡ് കയറി സൈക്കിളിൽ പോയിന്ന് അച്ഛൻ ഇങ്ങനെ ഇവരോട് പറയുക. അപ്പോഴേക്കും മണി പോലീസ് പിടിച്ച് 2 സ്റ്റേഷനിലുണ്ടെന്ന് പറഞ്ഞു. ഈശ്വരോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ മഹേഷും വിഷ്ണുവും കൂടി അവരെ ഇറക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം എൻ്റെ ദൈവമേ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ എൻ്റെ കുഞ്ഞിന് സ്റ്റേഷനിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മണി ഇങ്ങനെ പറയുന്നു. മണിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. സാർ ഇവർ പറയുന്നതിൽ ഡൗട്ട് തോന്നിയിട്ടാട്ടോ സാറിനെ വിളിച്ചതെന്ന് പറയാം. അപ്പോഴേക്കും വീണയും സന്തോഷം ഇങ്ങനെ നിൽക്കാം. അതിരാത്രിയിൽ സൈക്കിളിൽ ഓവർലോഡ് നടന്നിട്ട് ഇന്ന് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സാറ് പറയുക വിഷ്ണുവേട്ടനോട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനത്തെ കുറച്ച് ഫാൻറ്റസീസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ എന്ന് വിഷ്ണുവേട്ടൻ അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ സന്തോഷിൻ്റെ വീട്ടിൽ വിളിച്ചിരുന്നു, അവരാരും ഇവർ വീട്ടിൽ നിന്ന് പാതിരാത്രിയിൽ കറങ്ങാൻ പോയത് അറിഞ്ഞിട്ട് കൂടിയില്ല എന്ന് നമ്മുടെ വിഷ്ണുവേട്ടൻ പറയാം. അപ്പോഴേക്കും തമ്പുരാനെ പാളിന്ന് സന്തോഷിനും മനസ്സിലായി. അളിയ ഇവൾക്കേ ബോധമില്ല, ഇത് അളിയനെങ്കിലും ശ്രദ്ധിക്കേണ്ടതെന്ന് മഹേഷ് ചോദിക്കാം. അമ്മ രാവിലെ അമ്പലത്തിലിടാൻ നേർച്ചപ്പണം തന്നിരുന്നു, അതിടാൻ മറന്നുപോയി. അപ്പോൾ അത് രാത്രി ഓർത്തപ്പോൾ വീണയും പറഞ്ഞു ഇപ്പം തന്നെ കൊണ്ടുപോയി ഇട്ടേക്കാവെന്ന്. അത് ഇടാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പം എന്തോന്നാ അളിയത്, അതിന് സൈക്കിളിൽ ഡബിൾ അടിച്ച് പോകണോ, അതും പാതിരാത്രിയിൽ? അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. ശരി ഇപ്പോൾ പോയിക്കോ, ഇനി ഇങ്ങനെയൊന്നും ചെയ്ത് ഞങ്ങൾക്ക് പണിയുണ്ടാക്കല്ലേ എന്ന് പോലീസുകാരൻ ഇങ്ങനെ പറയണു. പിന്നെ അവരെയും കൊണ്ട് ഇവർ ഇറങ്ങി. അപ്പോൾ അകത്ത് കിടന്നൊരു ആൾ പറയുവാണ്
തുടക്കം സ്റ്റേഷനിലായോണ്ട് ജീവിതം കലക്കും, സൂപ്പർ ആയിരിക്കും കേട്ടോ, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അയാൾ ഇവരെ പറഞ്ഞു വിടുക. അങ്ങനെ അവർ പോയി വണ്ടിയിലിരുന്ന് നേരെ അങ്ങോട്ട് പോകണം. മകേഷ് ആണെങ്കിൽ സന്തോഷം വഴകി. ഇവള് പറയുന്നതും കേട്ട് പാതിരാത്രികളെ സൈക്കിൾ എടുത്ത് പുറത്തിറങ്ങി വല്ല ബോധമുണ്ടോ അളിയനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വഴക്ക് പറയാം. നേർച്ചപ്പണം ഇട്ടിട്ട് വരാമെന്ന് മാത്രമേ കരുതിയുള്ളൂ, അത് ഇത്രയ്ക്ക് വലിയ വിഷയമാകുമെന്ന് കരുതിയില്ല എന്ന് നമ്മുടെ സന്തോഷ് പറഞ്ഞു. അളിയ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് ആദ്യ ദിവസം കിട്ടിയ ഒരു പാഠമാണ്, അങ്ങനെ കരുതിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് മഹേഷ് ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കും വീണയ്ക്ക് ഭയങ്കര ഇതായിട്ടോ ഈ പറച്ചിൽ കേട്ടിട്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും പെണ്ണ് പറയുന്നത് കേട്ട് ചാടി ഇറങ്ങാൻ പാടില്ല, പറഞ്ഞു മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചോണ്ട് മഹേഷ് ഇങ്ങനെ സന്തോഷം ഉപദേശിക്കുക. ഇതിപ്പോ ഞാൻ ഉണ്ടായത് കൊണ്ട് അത് അങ്ങനെ അങ്ങ് പോയെന്ന് നമ്മുടെ വിഷ്ണു പറഞ്ഞു. അല്ലെങ്കിലേ നാട്ടുകാർ മൊത്തം ഇത് നാളെ പറഞ്ഞ് ചിരിക്കുന്ന ഒരു കാര്യമായി മാറില്ലായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ എന്നും പറഞ്ഞു മഹേഷ് ഇങ്ങനെ പെരുപ്പിച്ച് കൊടുത്തോണ്ടിരിക്കാം. നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ്സേ മനസ്സിലാവാത്തത് കൊണ്ടാ, നിങ്ങൾ ഈ കാണുന്ന ഫാന്റസീസ് ഒന്നും അല്ല യഥാർത്ഥ ലോകം, മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവരെ ഉപദേശിച്ചു കൊടുക്കുന്നു. ആദ്യം റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്നൊന്ന് ജീവിക്കാൻ നോക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവരെ ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോവാം. ദേ ആ അമ്പലം കഴിഞ്ഞു, ഞാൻ നേർച്ചപ്പണം ഇട്ടിട്ട് പെട്ടെന്ന് വരാം എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി ഒന്ന് നിർത്താവൂന്ന് ചോദിച്ചു. അങ്ങനെ ദേ വണ്ടി നിർത്തിച്ചു. സന്തോഷം ആ പണം കൊണ്ടുവന്ന് നേർച്ച കുറ്റിയിലിട്ടു, തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ദേ അവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നേരെ വീണ്ടും വീട്ടിലോട്ട് പോവാട്ടോ. അവിടെ എല്ലാവരും ഇവർ ചെല്ലുന്നത് നോക്കി അങ്ങനെ ഇരിക്കുക. വീണ അന്നേരത്തേക്കും സന്തോഷിൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് വീട്ടിൽ അവിടെ കിടന്ന് പുകിലുണ്ടാക്കുക നമ്മുടെ മണി. ഭയങ്കര പ്രശ്നം, അമ്മാവനുണ്ട് പോരാത്തതിന്. എൻ്റെ പൊന്നു മണി നീ ഒന്ന് അടങ്ങാൻ പറഞ്ഞു. അവർ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെന്നല്ലേ പറഞ്ഞതെന്ന് നടരാജൻ ചോദിക്കുമ്പോഴും പുള്ളിക്കാരി ഇങ്ങനെ വെഗിളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴാണ് അവർ കയറി വരുന്നത്. അവർ വന്നല്ലോ എന്നും പറഞ്ഞു നേരത്തേക്ക് ഇവർ ചമ്മി ഒരു ചെറിയ ഇതൊക്കെ ആയിട്ട് ചളിപ്പോട് കൂടി രണ്ടുപേരും കയറി വരും കേട്ടോ. അപ്പോൾ അമ്മാവൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. ഇവരിങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. പുറകെ ചേട്ടന്മാർ രണ്ടുപേരും കൂടെയും ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും വന്നിങ്ങനെ നിൽക്കുമ്പം രാത്രിക്ക് ഞാനൊന്നങ്ങ് ഉറങ്ങിപ്പോയി. ഇതിനിടയിൽ ഇവിടെ എന്തൊക്കെയാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവൻ അവിടെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ മണി സന്ധ്യയായി വീട്ടിൽ കയറിക്കൊണ്ടിരുന്ന കൊച്ച ഇതിപ്പോൾ കെട്ട് കഴിഞ്ഞ ദിവസം തന്നെ തോന്നിവാസം തുടങ്ങിയോ, എന്താ കുഞ്ഞൂട്ടാ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ അമ്പലത്തിലിടാൻ തന്ന നേർച്ചപ്പണം രാവിലെ ഇടാൻ മറന്നുപോയമ്മേ, അപ്പോൾ അത് കൊണ്ടിടാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. അമ്പലം അടച്ചു പാതിരാത്രി വീട്ടിൽ ആരോടും പറയാതെ സൈക്കിളിൽ രണ്ടാളും കൂടെ പോയിട്ടാണോ നേർച്ച ഇടുന്നതെന്ന് അമ്മ മോനോട് ചോദിച്ചു. അപ്പം അങ്ങനെയൊന്നും കരുതിയില്ല അമ്മേ, നേർച്ചപ്പണം ഇട്ട് പെട്ടെന്ന് നിങ്ങൾ പോരാന്നാ കരുതിയതെന്ന് വീണ പറഞ്ഞു. നിർത്തടി, മിണ്ടരുത് നീ, ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ന്യായം പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് മഹേഷ് വീണയെ കുറ്റം പറയുന്നു, ദേഷ്യപ്പെടുന്നു. ഇനി ഇങ്ങനൊന്നും കേട്ട് പോയേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് വഴക്ക് പറയുക. ഇവരൊക്കെ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോണം, മനസ്സിലായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മഹേഷ് പറയുമ്പോൾ മഹേഷെ വേണ്ട, അല്ല രണ്ടാൾക്കും ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. നടരാജൻ അയ്യോ വേണ്ട, ഞങ്ങൾ ഇറങ്ങിയതല്ലേ, ഞങ്ങളൊന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു അവർ പോണു. കിട്ടിയ അവസരം മുതലെടുത്ത് മഹേഷ് വലിയ ഷോ ഓഫ് കാണിച്ചിട്ട് അവിടെ നിന്ന് പോണത്. അപ്പോൾ വീണയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇൻസൾട്ട് ആവുകയും ചെയ്തു. വീണ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ് എന്തൊരു നാണക്കേടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മണി തലയ്ക്ക് കയ്യും കൊടുത്തിരുന്ന് കാർച്ച തുടങ്ങി. അപ്പോൾ നാട്ടുകാരെല്ലാം കണ്ടുപിടിക്കാൻ പറയുന്ന കൊച്ചാണ് ഞങ്ങളുടെ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മാവനിങ്ങനെ കളിയാക്കി പറയും അവിടെ വെച്ച. അവനിപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് വഴച്ചവനായി പോയെന്നാണ് അമ്മാവൻ പറയുന്നത്. എന്നിട്ട് ഇത് ചാടി എന്നിട്ട് ഈ പെണ്ണല്ലാത്തിനും കാരണം. അപ്പോഴേക്കും വീണ അങ്ങ് ചെന്നില്ലേ, എന്നെ ഇങ്ങനെ പെണ്ണെന്നൊന്നും വിളിക്കരുതെന്നും പറഞ്ഞുകൊണ്ടും വീണ അമ്മാവൻ നേരെ അങ്ങ് ചെന്നു. പിന്നെ ഞാൻ ആണേന്ന് വിളിക്കാടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മാവൻ. ആ സമയത്ത് എനിക്കൊരു പേരുണ്ട് വീണ, നിന്റെ പേരിലൊന്നും ഇപ്പോൾ ഇവിടെ വലിയ വിഷയമില്ല, നിന്റെ കയ്യിലിരിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് വീണയെ പിന്നെ അമ്മാവൻ അതും ഇതൊക്കെ പറയാം. വീണയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കാര്യം പെരുപ്പിച്ചത് വലുതാക്കും അവർ. അപ്പോൾ ദേ ഈ പെണ്ണ് ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ലല്ലോ, കൊണ്ടുപോയി അനുഭവിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് മണി ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടപ്പോൾ വീണയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമായി. അപ്പം അങ്ങനെയൊന്നും പറയല്ലേ അമ്മയെന്ന് സന്തോഷിൻ്റെ ചേട്ടൻ പറഞ്ഞു. ദേ അവരൊരു തമാശയ്ക്ക് രാത്രി ഇറങ്ങിയതല്ലേ, ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചില്ല എന്നും പറഞ്ഞു അവർ പറയുമ്പോൾ അതൊന്നും മണിക്കങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. മണിക്ക് ഇഷ്ടപ്പെടുന്നില്ല ചേട്ടനെ അത്ര വീണ പറഞ്ഞതുകൊണ്ട്. അതങ്ങ് വിട്ടേക്ക്, പറഞ്ഞ് വെറുതെ വഷളാക്കണ്ടെന്ന് മകൻ പറയുമ്പോൾ ആഹാ ഞാൻ കാണുന്നതും പറയുന്നതും ആണല്ലേടാ ഇപ്പോൾ പ്രശ്നം, ആഹാ എൻ്റെ നാക്കങ്ങ് ഇറങ്ങിപ്പോയാൽ മതി എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് വീണ. ദേ എന്നാലേ ഇവിടെ എല്ലാവർക്കും സമാധാനം ആവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മണി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി, വീണയുടെ സമാധാനവും പോയി. അപ്പം മണി എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവ് വിളിക്കും, മണി കിണി എന്നും പറഞ്ഞുകൊണ്ട് മണി അങ്ങ് പോയി. അച്ഛൻ പിന്നാലെയും പോയി. ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷം ചെല്ലുമ്പോൾ എന്താടാ ഇതൊക്കെ, നിങ്ങൾ എന്തീ കാണിച്ചതെന്ന് ചോദിക്കാം. മോനൂട്ടനും കുഞ്ഞൂട്ടനും എന്തെങ്കിലും പറഞ്ഞാൽ
അവൾക്ക് സഹിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മാവൻ ഇങ്ങനെ പറഞ്ഞു വായും പൊത്തിപ്പിടിച്ച് കരയാം. ഇത് അവൾക്ക് അത്രയ്ക്ക് നൊന്തോന്നും പറഞ്ഞ് അമ്മാവനും അങ്ങ് പോയി. ആ സമയത്ത് വീണയെ ഏട്ടത്തെ സമാധാനിപ്പിക്കാൻ സാരമില്ല പോട്ടെ, വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേ അവർ തമ്മിൽ സംസാരിച്ച് അങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ദേ നമ്മുടെ അമ്മ അവിടെ നിൽക്കുന്നപ്പോഴത്തേക്കും വിരുന്നിന് ചെറുക്കനും പെണ്ണും വന്നു. അപ്പോൾ അവർ കയറി വന്നപ്പം ദേ നമ്മുടെ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോൾ നീ ഒരുമാതിരി വർത്താനം പറയരുതെന്ന് വലിയമാമ പറയുവാണ് മഹേഷിനോട്. അപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ അളിയൻ്റെ ഉറക്കം പോയി, ചില പ്രാന്തമെല്ലാം ഇവർ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് മഹേഷ് പിന്നെ ആൾ കളിക്കും അവിടെ നിന്ന്. വെളുപ്പിനാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയെന്ന് വലിയമാമയ്ക്ക് അറിയില്ലേ? സാധാരണ ചേട്ടന്മാർ അനിയത്തിമാരുടെ കല്യാണം നടത്താനും അതിൻ്റെ ഒരുക്കങ്ങളുമായിട്ട് മാസങ്ങളോളമേ ഉറക്കം ഉണ്ടാവില്ല. ഇതൊന്നും നിനക്കറിയേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് വലിയമാമ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവരകത്തേക്ക് കയറുന്നു, എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. കെട്ടിച്ചയച്ച് കഴിയുമ്പോൾ ഇത് നിന്റെ വീടെന്നുള്ളതൊക്കെ അങ്ങ് മാറി എന്ന് രാധ പറയാം. രാധേച്ചിക്ക് കല്യാണം കഴിഞ്ഞിട്ടും വീടൊന്നും മാറാത്തത് എന്തായാലും നന്നായി എന്ന് നമ്മുടെ വീണ അങ്ങ് പറഞ്ഞു. അപ്പോഴേക്കും രാധയ്ക്ക് ചമ്മലുമായി രാധ ഇങ്ങനെ തലയും കുനിച്ച് അങ്ങനെ ഇരിക്കുക, വലിയ ആള് കളിക്കാൻ പോയതാ. നല്ല മറുപടി തന്നെ നമ്മുടെ വീണ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അമ്മ ഇതെല്ലാം കണ്ടും കേട്ടും മുകളിൽ ഇരിക്കുക കേട്ടോ. പിന്നെ അവർക്കൊക്കെ ജ്യൂസൊക്കെ കൊടുത്ത് എല്ലാവരുമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിരുന്ന് വന്ന മക്കളെ സ്വപ്നം കണ്ട അമ്മ മുകളിൽ അങ്ങനെ ഇരിക്കുക. പിന്നെ ഓരോരുത്തർക്ക് നമ്മുടെ വീണ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ കൊടുക്കുന്നു. അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് അവരുടെ വിരുന്ന് വരവും കാര്യങ്ങളും എല്ലാം അവസാനിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.